തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ MBBS വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ ഒരു സഹപാഠി പ്രചരിപ്പിച്ചതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും പരാതി പോലീസ് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ കനത്ത പ്രതിഷേധമാണ് തുടരുന്നത്. ഇന്ദുലേഖ രേണു വിവരങ്ങൾ നൽകും. ഇന്ദു, ഒരു കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഹിമ, ഏകദേശം ഒരു കയ്യേറ്റത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുറെ അധികം സമയമായി കുട്ടികൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരുടെ ആവശ്യം പൂർണ്ണമായും പോലീസ് അംഗീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്ന പക്ഷം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ, അതായത് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ആബേൽ എന്ന് പറയുന്ന 3ാം വർഷ MBBS വിദ്യാർത്ഥി അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇയാൾ പാലക്കാട് സ്വദേശിയും അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയുമാണ്. കൂടെ പഠിക്കുന്ന ഏകദേശം 13ഓളം വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഫോണിൽ പകർത്തുകയും അത് പിന്നീട് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റു സഹപാഠികളുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും അത് ഈ കുട്ടികളെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവർ തന്നെയാണ് പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരുന്നത്. അറസ്റ്റ് ചെയ്ത ആബേലിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1ഓ 2ഓ പേരുടെ പരാതി മാത്രം കേട്ടാൽ പോരാ, അതിൽ മാത്രം കേസെടുത്താൽ പോരാ. ഈ പരാതിയുള്ള അല്ലെങ്കിൽ ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് പരാതിയുള്ള 13 കുട്ടികളുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ രേഖപ്പെടുത്തണം, അവരുടെ പരാതി കേൾക്കണം, അതിന്റെയൊക്കെ പേരിൽ കേസെടുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കാരണം അവർ പറയുന്നത് ഡോക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്യാൻ ഒരു യോഗ്യത വേണം. അതിന് കൃത്യമായ രീതിയിൽ നമുക്കറിയാം, സമൂഹത്തിലൊക്കെ അത്രയും നിലയും വിലയും ലഭിക്കുന്ന, ബഹുമാനം ലഭിക്കുന്ന ഒരു തൊഴിലാണിത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുടെ സ്വഭാവശുദ്ധിയും അത്രത്തോളം തന്നെ ഉണ്ടാവണമെന്നാണ്. പക്ഷെ ഇത്തരത്തിൽ സ്വന്തം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പോലും ഇത്തരത്തിൽ വികൃതമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തി ഈ ഒരു ഡോക്ടർ കുപ്പായം അണിയാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് ഉതകുന്ന സ്വഭാവമല്ല അയാൾക്കുള്ളതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം കടുപ്പിക്കാമോ അത്രത്തോളം കടുപ്പിച്ച് ആബേലിനെതിരെ കേസെടുക്കണമെന്നാണ്. വളരെ നിസ്സാരമായിട്ടുള്ള കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് ആബേൽ ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോകാൻ എളുപ്പത്തിൽ സാധിച്ചത്. അപ്പം അതുണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകാനായി എത്തിയപ്പോൾ അവരുടെ മൊഴി പോലീസ് എടുത്തില്ല. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ വൈകിയ വേളയിലും പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയത്. മാത്രമല്ല കൂക്കി വിളിച്ചും ബഹളം വെച്ചും ഒക്കെയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിന് എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ കഴിയും എന്ന് ഒരു സംശയമുണ്ട്. കാരണം കുറച്ചു മുൻപേ ഒരു സമവായത്തിലെത്തിയതുപോലെ പോലീസ് വിദ്യാർത്ഥികളുടെ വാക്കു കേൾക്കാം, അവരോട് സംസാരിക്കാം, ഓരോരുത്തരുടെയും പരാതി കേൾക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും വിദ്യാർത്ഥികളെ ചൊടിപ്പിക്കും വിധം അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം ആകുന്ന വിധത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതാണ് വീണ്ടും ഇവരിവിടെ തുടരാൻ കാരണമായത്. ഹിമ, എന്തോ ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. എത്ര സമയമായി വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചിട്ട്? ഇതിനിടയിൽ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി വന്ന് ഇവരോട് സംസാരിക്കുകയോ ഇവരുടെ പരാതി കേൾക്കുകയോ ചെയ്തിരുന്നോ? പ്രതിഷേധം ഒന്ന് കനത്തപ്പോൾ പോലീസുമായി ചില വിദ്യാർത്ഥികൾ സംസാരിച്ചിരുന്നു. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് 2 പേരുടെ പരാതി, 2 അല്ലെങ്കിൽ 3 പേരുടെ പരാതി കേട്ടിരുന്നില്ലേ, അതിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ, അപ്പം മറ്റുള്ളവരുടെ പരാതി അങ്ങനെ പ്രത്യേകമായി കേൾക്കേണ്ട ആവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യം ഒരു മറുപടി വന്നത്. പക്ഷെ അതിനുശേഷം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ തടിച്ചുകൂടുകയും വീണ്ടും വീണ്ടും ബഹളം വയ്ക്കുകയും തങ്ങളുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കേൾക്കാമെന്ന തരത്തിൽ FIR is registered.
വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെയും പരാതി കേൾക്കണം എന്നുള്ളൊരാവശ്യമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസുകാർ പുറത്തിറങ്ങി വന്ന് വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നുണ്ട്. ഇന്ദു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പോലീസുകാർ എല്ലാവരുടെയും പരാതി കേൾക്കാം എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികളോട് പറയുന്നുണ്ടോ? ഇപ്പോഴും അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഹിമ, അത്തരമൊരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ ഇവരുടെ ആവശ്യം ഇത് തന്നെയായിരുന്നു. നേരം ഇത്ര വൈകിയ സമയത്തും ഇത്രയും വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്തരത്തിൽ തടിച്ചുകൂടി നിന്ന് പറയുന്നത് ഒരേ ആവശ്യമാണ്. അതായത് ഈ പറയുന്ന 13 അല്ലെങ്കിൽ 14 വിദ്യാർത്ഥികളുടെയും മൊഴി വെവ്വേറെ രേഖപ്പെടുത്തണം, വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്യണം. അത്രത്തോളം ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ ആബേലിനെതിരെയുള്ള കേസ് കടുപ്പിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അത് ആ ഒരു ആവശ്യം അംഗീകരിക്കാതെ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും അവർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇപ്പം ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. അവരോടും വിദ്യാർത്ഥികൾ ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇവിടെ വന്നു നിന്നപ്പോൾ മുതൽ ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിലധികമായി വിദ്യാർത്ഥികൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കാൻ നിന്നിട്ട് അപ്പോൾ മുതൽ പറയുന്ന കാര്യം തന്നെയാണ് അവരിപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, തീർച്ചയായും തിരുവനന്തപുരത്ത് എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് MBBS വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏബൽ എന്ന അവരുടെ സഹപാഠി തന്നെ മറ്റു വിദ്യാർത്ഥികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പകർത്തി ആ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തു. പക്ഷേ എല്ലാ വിദ്യാർത്ഥികളുടെയും പരാതി കേട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആക്ഷേപം. എല്ലാ വിദ്യാർത്ഥികളുടെയും പരാതി കേൾക്കണം, അതിൽ കേസെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്.